27 അധ്യായം. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. 1-ാം മാസത്തേക്കുള്ള 1-ാം കൂറിന് മേൽവിചാരകൻ സബ്ദീയേലിന്റെ മകൻ യാശോബെയാം. അവന്റെ കൂറിൽ 24,000 പേർ. അവൻ പേരസിന്റെ പുത്രന്മാരിലുള്ളവനും 1-ാം മാസത്തെ സകല സേനാധിപതികൾക്കും തലവനുമായിരുന്നു. 2-ാം മാസത്തേക്കുള്ള കൂറിന് അഹോഹ്യനായ ദോദായി മേൽവിചാരകനും അവന്റെ കൂറിൽ മിക്ലോത്ത് പ്രമാണിയുമായിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 3-ാം മാസത്തേക്കുള്ള 3-ാമത്തെ സേനാപതി മഹാപുരോഹിതനായ യഹോയാദയുടെ മകൻ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 30 പേരിൽ വീരനും 30 പേർക്ക് തലവനുമായ ബെനായാവ് ഇവൻ തന്നെ. അവന്റെ കൂറിന് അവന്റെ മകനായ അമ്മീസാബാദ് പ്രമാണിയായിരുന്നു. 4-ാം മാസത്തേക്കുള്ള 4-ാമത്തവൻ യോവാബിന്റെ സഹോദരനായ അസാഹേലും അവന്റെ ശേഷം അവന്റെ മകനായ സെബദ്യാവുമായിരുന്നു. അവന്റെ കൂറിലും 24,000 പേർ. 5-ാം മാസത്തേക്കുള്ള 5-ാമത്തവൻ ഇസ്രാഹ്യനായ ശംഹൂത്ത്. അവന്റെ കൂറിലും 24,000 പേർ. 6-ാം മാസത്തേക്കുള്ള 6-ാമത്തവൻ തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈര. അവന്റെ കൂറിലും 24,000 പേർ. 7-ാം മാസത്തേക്കുള്ള 7-ാമത്തവൻ എഫ്രയീമ്യരിൽ പെലോന്യനായ ഹേലസ്. അവന്റെ കൂറിലും 24,000 പേർ. 8-ാം മാസത്തേക്കുള്ള 8-ാമത്തവൻ സർഹരിൽ ഹൂശാത്യനായ സിബ്ബഖായി. അവന്റെ കൂറിലും 24,000 പേർ. 9-ാം മാസത്തേക്കുള്ള 9-ാമത്തവൻ ബെന്യാമീനരിൽ അനാഥോഥ്യനായ അബീയസർ. അവന്റെ കൂറിലും 24,000 പേർ. 10-ാം മാസത്തേക്കുള്ള 10-ാമത്തവൻ സർഹരിൽ നെതോഹാത്യനായ മഹരായി. അവന്റെ കൂറിലും 24,000 പേർ. 11-ാം മാസത്തേക്കുള്ള 11-ാമത്തവൻ എഫ്രൈമിന്റെ പുത്രന്മാരിൽ പിരാഥോന്യനായ ബെനായാവ്. അവന്റെ കൂറിലും 24,000 പേർ. 12-ാം മാസത്തേക്കുള്ള 12-ാമത്തവൻ ഒത്നീയേലിൽ നിന്ന് ഉത്ഭവിച്ച നെതോഫാത്യനായ ഹെൽദായി. അവന്റെ കൂറിലും 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ: രുബേന്യർക്ക് പ്രഭു സിക്രിയുടെ മകൻ എലീയേസർ. ശിമയോന്യർക്ക് മയഖയുടെ മകൻ ശെഫത്യാവ്. ലേവ്യർക്ക് കെമൂവേലിന്റെ മകൻ ഹശബ്യാവ്. അഹരോന്യർക്ക് സാദോക്ക്. യഹൂദായ്ക്ക് ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ എലീഹു. ഇസാഖാരിന് മിഖോയേലിന്റെ മകൻ ഒമ്രി. സെബൂലോന് ഒബദ്യാവിന്റെ മകൻ യിശ്മയ്യാവ്. നഫ്താലിക്ക് അസ്രീയേലിന്റെ മകൻ യെരീമോത്ത്. എഫ്രയീമർക്ക് അസസ്യാവിന്റെ മകൻ ഹോശേയ. മനശ്ശെയുടെ പാതിഗോത്രത്തിന് പെദായാവിന്റെ മകൻ യോവേൽ. ഗിലെയാദിലെ മനശ്ശെയുടെ പാതിഗോത്രത്തിന് സഖര്യാവിന്റെ മകൻ യിദ്ദോ. ബെന്യാമീന് അബ്നേരിന്റെ മകൻ യാസീയേൽ. ദാന് യെരോഹാമിന്റെ മകൻ അസരയേൽ. ഇവർ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പ്രഭുക്കന്മാരായിരുന്നു. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അതുനിമിത്തം ഇസ്രായേലിന്മേൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിന്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. രാജാവിന്റെ ഭണ്ഡാരത്തിന് അദീയേലിന്റെ മകനായ അസ്മാവത്ത് മേൽവിചാരകൻ. നിലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോട്ടകളിലുമുള്ള പാണ്ഡിശാലകൾക്ക് ഉസ്സിയാവിന്റെ മകൻ യഹോനാഥാൻ മേൽവിചാരകൻ. വയലിൽ വേല ചെയ്ത കൃഷിക്കാർക്ക് കെലൂബിന്റെ മകൻ എസ്രി മേൽവിചാരകൻ. മുന്തിരിത്തോട്ടങ്ങൾക്ക് രാമാത്യനായ ശിമേയും മുന്തിരിത്തോട്ടങ്ങളിലെ അനുഭവമായ വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറകൾക്ക് ശിഫ്മ്യനായ സബ്ദിയും മേൽവിചാരകർ. ഒലിവ് വൃക്ഷങ്ങൾക്കും താഴ്വീതിയിലെ കാട്ടത്തികൾക്കും ഗാദേര്യനായ ബാൽഹാനാനും എണ്ണ സൂക്ഷിച്ചു വെക്കുന്ന നിലവറകൾക്ക് യോവാശും മേൽവിചാരകർ. ശാരോനിൽ നിന്ന് മേയുന്ന നാൽക്കാലികൾക്ക് ശാരോന്യനായ ഷിത്രായിയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ശാഫാത്തും മേൽവിചാരകർ. ഒട്ടകങ്ങൾക്ക് ഇശ്മായേല്യനായ ഓബീലും കഴുതകൾക്ക് മെരോനോത്യനായ യഹ്ദേയാവും മേൽവിചാരകർ. ആടുകൾക്ക് ഹഗ്രീയനായ യാസീസ് മേൽവിചാരകൻ. ഇവരെല്ലാവരും ദാവീദ് രാജാവിന്റെ വസ്തുവകകൾക്ക് അധിപതിമാരായിരുന്നു. ദാവീദിന്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. ഹഗ്മോനിയുടെ മകനായ യഹീയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. അഹീതോഫൽ രാജമന്ത്രി. അർഖ്യനായ ഹുഷായി രാജമിത്രം. അഹീതോഹലിന്റെ ശേഷം ബെനായാവിന്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രികൾ. രാജാവിന്റെ സേനാധിപതി യോവാബ്.